ഹായ് കൂട്ടുകാരെ, നമസ്കാരമുണ്ട്. ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു മാവുണ്ട്. നിങ്ങൾ പറയണ്ട, ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ മാവൊന്ന് കാണാൻ പറ്റുന്നില്ല, അത്രയും മാങ്ങയായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഈശോ, ഈ മാങ്ങ കണ്ട് എന്നാണ് ഇപ്പോൾ ഇതൊക്കെ പഴുത്ത് വീണ എന്ത് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. നല്ല മാവാട്ടോ, നല്ല മാങ്ങ. എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നല്ലല്ലോ ഞാൻ പറയാൻ കണ്ടോന്ന്. ഇപ്പം എന്നും രാവിലെ എഴുന്നേറ്റ് ഞാൻ മാവ് നോക്കിയാണ് ഇങ്ങനെ നിറയെ മെത്ത പോലെ ഇരിച്ചിരിക്കുന്ന പോലെ വീണ് കിടക്കണം. കാണുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ. ഞാൻ എന്നും ഡെയിലി നനയ്ക്കാറുണ്ട്, രാവിലെ വൈകിട്ടും നനയ്ക്കും. ഞാൻ വിചാരിച്ചു ഇനി വെള്ളം ഇല്ലാഞ്ഞിട്ടായിരിക്കും, ചൂടുകൊണ്ടിട്ടായിരിക്കും ഇങ്ങനെ മാങ്ങയെല്ലാം വീണ് പോകണമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും എന്തിനാ വെറുതെ ഇതെല്ലാം നശിപ്പിക്കുന്നത്. നമ്മളെന്തായാലും അച്ചാറൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതെല്ലാം എടുത്ത് കൊണ്ടുവന്ന് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടാ, തോലൊക്കെ പോക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ എല്ലാം ഉണ്ട്. അച്ചാറിടാൻ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്താ അച്ചാർ പൊടിയുണ്ട്, വിനീഗറുണ്ട്, എല്ലാ സംഭവങ്ങളും റെഡി ഉണ്ട്. അപ്പം നമുക്കൊരു അച്ചാർ ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ഇച്ചിരി ഒരു മെനക്കെടാണ്, നിന്ന് അരിയണം എന്നേ ഉള്ളൂ. ചെറിയ മെനക്കെടൊന്നുമില്ലാതെ നമുക്ക് എന്തെങ്കിലും പറ്റുമല്ലേ. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഇങ്ങനെ ഇങ്ങതാക്കി ഞാൻ അരിഞ്ഞിട്ട് ഇന്ന് ഇത് അച്ചാറിലാണ് എൻ്റെ ജോലി. എന്നും ഓരോരോ കാര്യങ്ങളിലാണ്, സമയം ഉണ്ടാവാറില്ല, എന്തൊക്കെയോ തിരക്കിലാണ്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് ഈ ഒരു ജോലി ചെയ്യട്ടെ. അപ്പം നമ്മൾ ഇങ്ങനെ, എനിക്കങ്ങനെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെ വീട്ടിലൊക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും ഇങ്ങനെ മാവ് പൂത്ത് മാങ്ങ ഉണ്ടാവും. പക്ഷേ ഈ മാവ് പൂത്ത് കഴിഞ്ഞാൽ മാങ്ങ എല്ലാം വിരിയും, പക്ഷെ ആ മാങ്ങയൊന്നും നമുക്കുണ്ടാവില്ല. അപ്പം ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ മാങ്ങ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എടുത്ത് വൃത്തിയാക്കി അരിഞ്ഞിട്ട് ഇതേപോലെ അച്ചാറുണ്ടാക്കുക. ഓക്കെ, ഇനി ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഉപ്പ് പുരട്ടി വയ്ക്കും. ഉപ്പ് പുരട്ടി ഒരു ദിവസം വെക്കും. നാളെയാണ് അച്ചാറുണ്ടാക്കുക കേട്ടോ. കാരണം ഇന്ന് അച്ചാറുണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഉപ്പ് പുരട്ടിയിട്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നാളെ ഇത് അച്ചാറുണ്ടാക്കും. അപ്പോൾ നല്ലൊരു ആ ഉപ്പൊക്കെ ഈ കഷ്ണങ്ങളിലേക്ക് ഇറങ്ങും, ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ. നാളെയാണ് ഒരു ഉഗ്രൻ അച്ചാർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരും. നാളെയാണ് ഞാൻ ആ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാം, എൻ്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. എനിക്ക് സങ്കടമാണ്, ആരും ചിലരൊന്നും കാണൂല എൻ്റെ വീഡിയോ. അതൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയണേ, ഞാനൊരു പാവല്ലേ. ഓക്കെ, ബൈ ബൈ.